നമസ്കാരം, ഞാൻ രശ്മി. കഴിഞ്ഞ പിസ്സ റെസിപ്പിയുടെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിസ്സ മേക്കിംഗ്, പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സിന് എത്രത്തോളം ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേക്കിങ്ങിനെ പറ്റി സംശയങ്ങൾ ചോദിച്ചതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ കൂടെ ഇടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. പിന്നെ ഈ ഒരു കാര്യം ഇന്ന് ഇടാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നങ്ങ് ഇടുകയാണ്. Q&Aന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഹോം ബേക്കേഴ്സിന് നല്ല ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് പിസ്സ മേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മുമ്പ് കേക്ക് ഡെലിവറി ഒക്കെ ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പിസ്സ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർഡറുകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കേക്കിനെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എങ്കിലും കുറെ പേരൊക്കെ അതിലേക്ക് ഇറങ്ങാനൊന്നും മടിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലി ഹോം ബേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കേക്കിന്റെ ഡെലിവറി ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ പിസ്സയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒന്നും അധികമൊന്നും ഞാൻ എടുത്തു വെച്ചില്ല. ഒരു ഫോട്ടോ ഏതാണ്ട് തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ട്, അതാണ് ഇത്. അപ്പോൾ അത് പിസ്സ ഡെലിവറി ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ്, വെറുതെ എടുത്തതായിരുന്നു. അതിപ്പം നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് സാധിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ കേക്കിനെ കഴിഞ്ഞൊക്കെ കൂടുതൽ ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. കേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് കേക്കൊക്കെ എല്ലാവരും ഓർഡർ ചെയ്യുക. അതേ സമയത്ത് ഈ പിസ്സ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒന്നല്ലെങ്കിലും വൈകുന്നേരങ്ങളിലോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ പലരും ഓർഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി ഒരു പിസ്സ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്കറിയായിരിക്കും. കഴിക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോൾ മാത്രമാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. 800, 850 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അതൊരു 400 രൂപ 450 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് തന്നെ നല്ല ലാഭകരമായിരിക്കും നമുക്ക്. അതുകൊണ്ട് ഹോം ബേക്കേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പിസ്സ നല്ല ടേസ്റ്റി ആയിരിക്കണം കേട്ടോ. അത് വേറൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത്രയൊന്നും പോരാ എന്നുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ വാങ്ങില്ല. അതേ സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കണം, നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കും. കുട്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ പിസ്സ ലവേഴ്സ് ആണല്ലോ മിക്കവാറും എല്ലാവരും അതേന്നാണ് തോന്നുന്നത്. ഞാൻ പിസ്സ ഇഷ്ടമല്ലാത്ത ആരെയും കണ്ടിട്ട് തന്നെ ഇല്ല കുട്ടികളിൽ. ഇപ്പോൾ ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് മൈദയൊക്കെ ആണെങ്കിൽ 10 ഇഞ്ചിന്റെ ട്രേയിൽ നമുക്ക് പരത്തിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഒറ്റ വലിയൊരു പിസ്സ ആയിട്ട് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിന്റെ ട്രേയിൽ നമുക്ക് പരത്തിയിട്ട് അത് 2 ആയിട്ട് തിൻ ക്രസ്റ്റായിട്ട് 2 ആയിട്ടും ചെയ്തു കൊടുക്കാം. ചിലർക്ക് ക്രസ്റ്റ് കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് തിന്നായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മൾ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് വേണം നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഓവൻ വേണമെന്നൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ പിസ്സയുടെ. അത് നമ്മൾ ഓവൻ സെറ്റപ്പിലാണ് ചെയ്തിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പം ഓവനിലാണെങ്കിൽ OTG ആയാലും കൺവെക്ഷനിലായാലും 200 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഇതേ ടൈമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. പിന്നെ അതൊക്കെ ഓവന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഓവൻ ഏതാ നോക്കി അതിനകത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി ആ ഒരു ടൈം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ആ ഒരു ടൈമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. ഓവനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും, അത് വേറെ കാര്യം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റേറ്റ് കുറച്ച് വാങ്ങിച്ചാൽ മതി. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേക്കൊക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ ഡെലിവറി ചെയ്യാം. പക്ഷേ പിസ്സ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാക്കി അപ്പം തന്നെ ഡെലിവറി ചെയ്യണം. അതായത് അവർക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമ്മളത് അടുപ്പത്തു നിന്ന് എടുത്ത് പെട്ടെന്ന് പാക്ക് ചെയ്ത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. കാരണം ചൂടോടുകൂടി തന്നെ വേണം പിസ്സ നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട്. അല്ല തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്ഷനും ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 പിസ്സയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2ഉം ചിക്കൻ പിസ്സ ആയിരുന്നു. ഇനി ഞാൻ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പിസ്സയുടെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, ചെറിയ കൊച്ചു ടിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹോം ബേക്കേഴ്സ് തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം. വില കുറഞ്ഞ ചീസൊക്കെ ധാരാളം കിട്ടാനുണ്ട്, അതൊന്നും ഉപയോഗിക്കരുത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചീസുകൾ തന്നെ ഉപയോഗിക്കണം. ഇപ്പം മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ ചീസ് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ പ്രൊമോഷൻ അല്ല, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലൊക്കെയാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഡൊമിനോസ് എന്നൊക്കെ പിസ്സ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആ ഒരു ചീസിൽ നിന്ന് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഒറിഗാനോ, തൈം, റോസ്മേരി എന്ന് പറഞ്ഞ ഹെർബ്സ് ഒക്കെ, ഡ്രൈ ഹെർബ്സ് ഒക്കെ നമ്മൾ ഈ ഒരു പിസ്സയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് പകരമായിട്ട് നമ്മൾ ഒറിഗാനോ പിസ്സ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ സീസണിംഗ് ആണ്. അത് ഉപയോഗിച്ചപ്പോഴാണ് ശരിക്കും അതിന് മനസ്സിലായത് അതിൻ്റെ ആ സ്മെല്ല്. ശരിക്കും ഈ പിസ്സ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിനും നാവിനും ഒരുപോലെ ആനന്ദകരമായിട്ടുള്ളൊരു സംഭവമാണ്. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒറിഗാനോ കൊണ്ട് ആ ഒരു പിസ്സ സീസണിങ് ചെയ്യുന്നത് കൊണ്ട് കിട്ടും. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പിട്ട ചിക്കൻ പിസ്സയുടെ വീഡിയോയിൽ അതൊക്കെ
പറഞ്ഞിട്ടുമുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. ലിങ്കും ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്സ സീസണിങ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ കുറേ കാലത്തോളം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ എന്താ വേണ്ടത്, കുറച്ച് ചിക്കൻ പിസ്സ ആണെങ്കിൽ കുറച്ച് ചിക്കൻ വേണം, പിന്നെ കുറച്ച് സവാളയും കാപ്സിക്കവും തക്കാളി, ഇത്ര മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ചീസിനാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പിസ്സയ്ക്ക് ഉപയോഗിക്കുന്ന പിസ്സ സോസ് അത് നമുക്ക് ഒരുമിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു 5-6 ഓർഡറൊക്കെ ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മാവ് കുഴച്ച് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും. പക്ഷേ ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് മാക്സിമം പോയാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, വലുതാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വേണ്ടി വരുമായിരിക്കും. അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണത്. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വാങ്ങിക്കും. പിന്നെ റേറ്റും നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചീസ് നല്ല റിച്ച് ആയിട്ട് ഇട്ട് വേണം കൊടുക്കാനായിട്ട്. ചീസാണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ലാഭകരമായിട്ട് നമുക്ക് കിട്ടും. എന്ന് വിചാരിച്ച് റേറ്റ് കുറഞ്ഞ ചീസ് ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുത്. പിന്നെ അതിന് വേണ്ട ഒലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ. അതുകൊണ്ട് വളരെയധികം ലാഭകരമായിട്ടുള്ള, വളരെയധികം എളുപ്പമുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് പിസ്സ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയണം എന്ന് തോന്നി. പിന്നെ പിസ്സയുടെ റേറ്റിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇപ്പം കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പിസ്സ, അതായത് 1.5 കപ്പ് എടുത്ത് 8 ഇഞ്ചിൻ്റെ 2 പിസ്സ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഏകദേശം റേറ്റ് വരുന്നത് നോൺ വെജ് പിസ്സ ആണെങ്കിൽ ഒരു 300 റേഞ്ചിൽ വരുന്നതാണ്. അത് നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ 2 കപ്പിൻ്റെ മൈദയും 3 കപ്പിൻ്റെ മൈദയൊക്കെ എടുത്തിട്ട് പിസ്സ ചെയ്യും. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒക്കെ കുറച്ച് അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി വേണം എടുക്കാനായിട്ട്. 2 കപ്പിൻ്റെ മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെ ട്രേയിൽ 2 പിസ്സ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു പിസ്സയ്ക്ക് വരുന്നത് 400 രൂപ ഒക്കെയാണ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ 12 ഇഞ്ചിൻ്റെ ട്രേയിൽ നമുക്ക് ചെയ്തെടുക്കാം. അത് 3 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. 2 പിസ്സ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു പിസ്സയ്ക്ക് വരുന്നത് ഒരു 500-600 ഒക്കെ ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആയാലും പിസ്സയുടെ ആയാലും ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റിയിലാണെങ്കിൽ വേറൊരു റേറ്റ്, ഉള്ളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു റേറ്റ്. അപ്പം നമ്മളിപ്പം കേക്കിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും പിസ്സയുടെ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊന്ന് ചുറ്റുപാടുമുള്ള കടകളിൽ, ഷോപ്പിൽ ഒക്കെ ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ റേറ്റ് ഇടാവുള്ളൂ. കാരണം കടയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്നതിലും റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഓർഡർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള കടകളിൽ ഇതുപോലത്തെ ഹോം ഡെലിവറി ഒക്കെ നടത്തുന്നവരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. റേറ്റ് എങ്ങനെയാണെന്ന്, ഒരു പിസ്സ വാങ്ങിച്ച് കഴിച്ച് നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു റേറ്റും ആ ഒരു ഏരിയയിലെ റേറ്റും ഒക്കെ. അങ്ങനെ പ്രൈസ് ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു റേറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് മുകളിലോട്ടും പോവാം, താഴോട്ടും വരാം. ഇതൊക്കെ പിന്നെ ഒരു പ്രാവശ്യം ഒരാൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നല്ല ലാഭമായിരിക്കും. ബൾക്കായിട്ടൊക്കെ ഓർഡർ കിട്ടുമ്പോഴത്തേക്കും നല്ല ലാഭമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആദ്യം തന്നെ ഒരുപാട് ലാഭം വേണമെന്ന് വിചാരിച്ചൊരു റേറ്റൊക്കെ ഒരുപാട് കൂട്ടിയിടുകയൊന്നും ചെയ്യരുത്. ചുറ്റുപാടുള്ള റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് റേറ്റ് ഫിക്സ് ചെയ്താൽ മതി. പിസ്സയുടെ റെസിപ്പി ഇട്ടപ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പം അശ്വതിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അശ്വതി നല്ലൊരു ഹോം ബേക്കറാണ് കേട്ടോ, നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോം ബേക്കറാണ്. പിന്നെ നമ്മൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 കട്ട് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ചിൻ്റെ ട്രേയിൽ ചെയ്യുന്ന സമയത്ത് 6 പീസസ് ആക്കി എടുക്കും. 12 ഇഞ്ചിൻ്റെ ട്രേയിൽ ചെയ്യുമ്പോൾ 8 പീസായിട്ട് എടുക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരുവിധം എല്ലാ കാര്യവും ഉൾപ്പെടുത്തി എന്നാണ് വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വരുന്ന പിസ്സയുടെ റെസിപ്പികളിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെന്താ വേണ്ടത്, പിസ്സയുടെ ഡെലിവറി ചെയ്യാനുള്ള ബോക്സ് വേണം. അപ്പോൾ അത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഈ ഒരു ബോക്സിലൊക്കെ ചെയ്ത് നല്ലോണം എസ്റ്റാബ്ലിഷ്ഡ് ഒക്കെ ആവുന്ന സമയത്ത് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുത്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഇത് നമ്മൾ കുഴക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് തന്നെ പതുക്കെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ബോക്സിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മോളെ, ഇതാണ്, ഇത്രയും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അവിടെ വെക്കാം. വേണ്ട, ഇത്രയും ബോക്സുകൾ ബാക്കിയാണ്.
അത്രയും ബാക്കിയായിപ്പോയി. എൻ്റെ എന്താ പറയുക, ഒരു സ്വപ്നമായിരുന്നു, പൊലിഞ്ഞു പോയ സ്വപ്നം എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു സംഭവം അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പിസ്സയുടെ ബോക്സ്. അപ്പം ഇങ്ങനെ നമുക്ക് വലിയ ബൾക്കായിട്ട് വാങ്ങിക്കാൻ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇതിന് അത്രയ്ക്ക് ഭയങ്കര റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഇപ്പോൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. അത് ഞാൻ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ച് ഈ ബോക്സിൽ ഡയറക്റ്റായിട്ട് വെക്കാതെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് അടച്ചു വെച്ചിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ പിസ്സ ബോക്സ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. 8 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആമസോണിൽ നോക്കി അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിലും എല്ലാവർക്കും, ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ഒരു പിസ്സ ബിസിനസ് ചെയ്ത് നല്ല നല്ല ഒരുപാട് ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് ഡെലിവറി. നമ്മൾ ചൂടോടുകൂടി പിസ്സ ഡെലിവറി ചെയ്യുക. ആദ്യമൊക്കെ ഇത് വാങ്ങിച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ഒക്കെ ആയി കഴിയുമ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ എംബ്ലവും പേരും ഒക്കെ വെച്ചിട്ടൊക്കെ ഒരു ഡെലിവറി ചെയ്ത് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് സാധിച്ചില്ലെങ്കിലും നിങ്ങളിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. കേക്ക് ബേക്കിങ്ങിൽ ഇത്രയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നൊക്കെ അറിയുന്ന സമയത്ത്. അതുപോലെ ഇതും അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേക്കിനെ കഴിഞ്ഞും കൂടുതൽ ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഒരുപാട് പേർക്ക് ഹോം ബേക്കിങ്ങിലേക്ക് ഇറങ്ങി എനിക്ക് കേക്കിൽ ഓർഡർ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അതിൽ തന്നെ അങ്ങ് പോവാതെ ഒന്ന് നമ്മൾ പോകുന്ന വഴി ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ. ഇതുപോലത്തെ പിസ്സ മേക്കിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കൂ. അത് ചിലപ്പം നല്ല ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പിസ്സ മേക്കിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് അതൊന്ന് ചിന്തിച്ച് തുടങ്ങാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ടിപ്പുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പിസ്സ റെസിപ്പിയിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.